ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താലും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും യൂട്യൂബ് ഓപ്പൺ ചെയ്താലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു വാങ്ങിക്കണോ വേണ്ടേ ഡൗട്ടിൽ തന്നെ ഇരുന്ന് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വാങ്ങിച്ച് നോക്കാം. കാരണം ഇപ്പം ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് സമ്മർ ടൈം ഇനി അങ്ങോട്ട് വിൻ്റർ കഴിഞ്ഞ് ഒരു സ്പ്രിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇനി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നല്ല അത്യാവശ്യം വെയിലുള്ള നല്ല സമ്മറാണ്. അത്യാവശ്യം നമുക്ക് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ. ഒരു സൺസ്ക്രീൻ നമുക്ക് മസ്റ്റാണ്. ഇപ്പം വെയിലായാലും മഴയായാലും ഒക്കെ അത്യാവശ്യമാണ് നമുക്ക് ഒരു സൺസ്ക്രീന്. അപ്പോൾ നമുക്ക് ഒരുപാട് ലെയറപ്പ് ചെയ്യുമ്പം ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടാകും. ഓഫീസ് വർക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ എല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു റിസ്ക്കിയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ട്രെൻഡായി വരുന്നത് സ്കിൻ ടിൻ്റാണ്. സ്കിൻ ടിൻറ്റിനകത്ത് തന്നെ സൺസ്ക്രീൻസ് ഒരുപാട് ബ്രാൻഡ്സ് നല്ല സൺസ്ക്രീൻ വിത്ത് സ്കിൻ ടിൻറ്റ് ഇറക്കുന്നുണ്ട്. അതിൽ ഫേമസ് ആയിട്ട് ഇപ്പം ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു പ്രൊഡക്റ്റ്. ഏത് പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രൊഡക്റ്റ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ഇതാണ് അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ വാങ്ങിച്ചത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രൊഡക്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എളുപ്പം റെഡിയാവാനൊക്കെ ആയാലും എളുപ്പം ഒരു ഫംഗ്ഷനൊക്കെ പോകാനായാലും നമുക്കൊരു സ്കിൻ ടിൻ്റ് ഉണ്ടെങ്കിൽ അധികം പിഗ്മെൻറ്റേഷൻ ഒന്നും ഫേസിലില്ല, അധികം ഡൾനെസ് ഒന്നും ഫേസിൽ തോന്നിക്കേണ്ട, ഒന്ന് ഫ്രഷനപ്പ് ആവാൻ ഈ ഒരു ഒറ്റ ടിൻറ്റഡ് പ്രോഡക്റ്റ് മതി. ഇതിൻ്റെ തന്നെ ഞാൻ മെബിലിൻ്റെ സ്കിൻ ടിൻ്റായിട്ടുള്ള SPF ഉള്ള സ്കിൻ ടിൻ മെബിലിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഓക്കെയാണ്, നല്ലൊരു ഷെയ്ഡാണ്. അത് യൂസ് ചെയ്യാം. നല്ല ടിൻറ്റഡ് ആണ്. നമുക്ക് ഒരു ഹൈഡ്രേഷൻ, നല്ലൊരു സ്കിൻ ഫിനിഷ് തരണം, നമുക്ക് സ്കിന്നിന് ഒരുപാട് ഇറിറ്റേഷൻ ചെയ്യാത്ത ഒക്കെ നോക്കുന്നവരാണ് ഇതൊന്ന് നോക്കുക. ഇത് പരസ്യത്തിൽ പറഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ് പറയുന്നുണ്ട്. ഇത് ഡെയിലി വെയറിന് ഓക്കെയാണ്. ഇതിനകത്ത് 6-7 ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നൈക്കയിൽ, ആമസോണിൽ, മിത്രയിലൊക്കെ അവൈലബിൾ ആണ്. ഇവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. 3 ഷെയ്ഡിന് ഞാൻ എടുത്തേക്കുന്നത് സാൻഡിൽ 03 ഷെയ്ഡാണ്. ഓക്കെ, പ്രോഡക്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നേരം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇതാണ് പ്രൊഡക്റ്റ്. 50 ml പ്രൊഡക്റ്റാണ്. സ്ട്രോബെറി റേഞ്ചിനുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. കയ്യിൽ നോക്കുമ്പം ഒരു ലൈറ്റർ ഷെയ്ഡ് പോലെ തോന്നുന്നു. നമുക്ക് ഫേസിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും അപ്ലൈ ചെയ്തില്ല. മോയ്സ്ചറൈസർ കാരണം ഫേസ് വാഷ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ്. ഓക്കെ, ഫേസിന് ഓക്കെയാണ്. ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റായി കഴിയുമ്പോൾ ഒരു കോമ്പാക്റ്റ് വെച്ചൊന്ന് സെറ്റ് ചെയ്താൽ ഓക്കെ. കോമ്പാക്റ്റ് തന്നെ വേണമെന്നില്ല, ലൂസ് പൗഡർ ഏതായാലും മതി. ഒന്ന് സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ടിരിക്കും. നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടിയതിരിക്കും. നമുക്ക് ഒന്ന് റെഡിയായി പോകാൻ. എൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു സൈഡിൽ മാച്ചിങ് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫിംഗേഴ്സ് തന്നെ, നമുക്ക് ബ്രഷോ സ്പഞ്ചോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈ തന്നെ എടുത്ത് അപ്ലൈ ചെയ്യാവുന്ന അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഷെയ്ഡ് 03 സാൻഡിലാണ് കേട്ടോ. 03 സാൻഡിലാണ്. എൻ്റെ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ, മീഡിയം കളറൊക്കെ ഉള്ളതാണെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്യുക. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമായി ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി മിക്കവാറും ഇതായിരിക്കും. ഇത് അത്യാവശ്യം സ്കിൻ ടിൻ്റാണ് ഞാനിപ്പം അധികം യൂസ് ചെയ്യുന്നത്. SPF കൂടെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതായിരിക്കും എൻ്റെ മിക്കവാറുമുള്ള ഫേവറേറ്റ്. കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഒരുപാട് പൊസിഷനൊന്നും വേണ്ട, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ആ വാട്ടറി കൺസിസ്റ്റൻസി തന്നെ നല്ല സൂപ്പറായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട്.
അപ്പോൾ ഇത് ഞാൻ ആഡ് ടു കാർഡിൽ കൊടുത്തു. എനിക്ക് വേറൊരു SPFൻ്റെ തന്നെ ഒരു ലിപ് ബാം, ഇതിൻ്റെ തന്നെ SPF 50 PA+++ ബെറി റിപ്പയർ സെറമൈഡ് പ്ലസ് പെപ്റ്റൈഡ്സ് ലിപ് ബാമാണ്. ഇതിന് ഷെയ്ഡ്സ് റേഞ്ച് ഉണ്ട്. ഇത് റോസ്ബെറി റേഞ്ചിലുള്ള ബ്ലഷ് പിങ്ക് എന്ന് പറയുന്ന ഒരു റേഞ്ചിലുള്ളതാണ്. അപ്പോൾ നമുക്ക് SPF 50 ഒക്കെ ഉള്ള SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് ആയാലും ഡെർമറ്റോളജിസ്റ്റ് ആയാലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ SPF ഉള്ളത് ഇല്ല, പിഗ്മെൻറ്റേഷനൊക്കെ കുറേ ലിപ് ബാം യൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് അത്യാവശ്യം ലിപ് ബാംസ്, അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഫേവറേറ്റ് ലിപ് ബാംസ് ഏതാ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് 250 എങ്ങാണ്ട് എൻ്റെ പ്രൈസ്. എനിക്കിത് 1999 അപ്പോൾ നല്ലൊരു ഓഫർ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഫസ്റ്റ് ടൈം ഞാൻ SPF ഉള്ളൊരു ലിപ് ബാം ഞാൻ വാങ്ങിച്ചത്. എങ്ങനെ ഉണ്ടെന്നറിയാൻ. അപ്പം എനിക്കിത് നോക്കട്ടെ. ഇതിൻ്റെ റേഞ്ച് ഒരു പിങ്കിഷ് കളറാണ്. നല്ല എന്താ പറയുക, റോസ്ബെറീസിൻ്റെ ഒക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെ. എൻ്റെ ലിപ്സ് നേരത്തെ നല്ല പിഗ്മെൻറ്റേഷനുള്ള ലിപ്സായിരുന്നു. ഞാൻ ലിപ്സ്റ്റിക്കോ അങ്ങനെയൊന്നും നേരത്തെ യൂസ് ചെയ്തില്ലായിരുന്നു, ലിപ് ബാംസും അങ്ങനെ യൂസ് ചെയ്തില്ലായിരുന്നു. എൻ്റെ മിക്കവാറും ക്രാക്ക് ചെയ്യാവുന്ന ലിപ്പായിരുന്നു. എൻ്റെ ഈ മേലത്തെ ലിപ്സ് അത്യാവശ്യം പിഗ്മെൻ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഒരു ഡാർക്ക് കളർ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ലിപ്സിൽ ഇച്ചിരി കെയർ കൊടുത്തിട്ട് ഇപ്പോൾ ലിപ്സിൽ അങ്ങനെ കട്ട്സോ ക്രാക്സോ അങ്ങനെ ഒന്നുമില്ല, ലിപ് പിഗ്മെൻറ്റേഷനും അധികമായിട്ടില്ല. അപ്പോൾ അതെങ്ങനെ മാറ്റിയെന്നുള്ള വീഡിയോസ് ആണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. ഞാൻ ലിപ് ബാമാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലിപ് ബാം യൂസ് ചെയ്തും അത്യാവശ്യം ചെറിയ ചെറിയ പൊടിക്കൈകൾ യൂസ് ചെയ്തുമാണ് ഞാൻ ഇത് ലിപ് പിഗ്മെൻറ്റേഷൻ മാറ്റിയത് കേട്ടോ. എനിക്കധികം ഹോം മെയ്ഡ് നാച്ചുറൽ മെയ്ഡുള്ള പ്രോഡക്റ്റ്സ് ഒന്നും, നാച്ചുറൽ മെയ്ഡല്ല, നമുക്ക് ഹോം മെയ്ഡുള്ള പ്രോഡക്റ്റ് എല്ലാം ഒന്നും എനിക്ക് കറക്റ്റ് ആവുന്നൊന്നുമില്ല. കാരണം എനിക്ക് ഇറിറ്റേഷൻ തരുന്നൊരു അങ്ങനത്തെ സ്കിന്നാണെന്ന് ചോദിച്ചാൽ സ്കിന്നല്ല, എന്നാൽ അത്യാവശ്യം ഡ്രൈ ആയിപ്പോവും. എന്താ പറയുക, ഡീഹൈഡ്രേറ്റ് ആവുന്നൊരു സ്കിന്നായതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഒക്കെ ബൈ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതും ഒരു ഹാർട്ട് സിമ്പിൾ കൊടുത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തന്നെ ബൈ. ലവ് യു ഓൾ.